ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിന് നല്ല പോഷകാംശമുള്ള ഒരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, നെയ്യ് ഇഷ്ടമല്ലാത്തവരും കാണുമല്ലോ. അപ്പോൾ അവർക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എണ്ണ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്കതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അരിഞ്ഞു വെച്ചിരിക്കുക അത് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി നമുക്ക് ഈ സൂപ്പിന് വേണ്ടി ഉപയോഗിക്കാം. സവാള ഒന്ന് ചൂടായാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് ഒരു കൂടുതൽ വേവരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് അത് ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് വേകാൻ പാടില്ല. ഇനി നമുക്ക് അതിലേക്ക് ഇന്ദുപ്പ് ഇട്ട് കൊടുക്കാം. അതായത് കാല നമുക്കെന്ന് പറയും, അത് സ്വല്പം ഇട്ട് കൊടുക്കാം. അത് ഗ്യാസിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇന്ദുപ്പും കുരുമുളകും ഒക്കെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കി അത് കഴിച്ചാൽ ഗ്യാസിൻ്റെ അസുഖത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇനി നമുക്ക് അതിനകത്തോട്ട് അവസാനമായിട്ട് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി. ക്യാപ്സിക്കം ഗ്രീൻ പീസും വെന്തു പോകരുത്, അതുകൊണ്ടാണ് അത് അവസാനമായിട്ട് ഇട്ടത്. തിളച്ചതിന് ശേഷമാണ് അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ അത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഒരു കോൺഫ്ലവർ സ്വല്പം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേശ്ശെയായിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അത് ഈ സൂപ്പിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് അത് ഒഴിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് കട്ടിക്ക് വേണമെങ്കിൽ കട്ടിയായിട്ട് ഉപയോഗിക്കാം, സ്വല്പം ലൂസാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കോൺഫ്ലവർ നല്ല രുചിയും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. നമ്മളത് കലക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് കലക്കി കട്ട പിടിക്കാതെ വേണം അത് കലക്കിയെടുക്കാൻ. നമ്മളത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്വല്പമായിട്ട് വേണം നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിനാണ് ഇരിക്കേണ്ടത്. ഒരുപാട് കട്ടിയായിട്ടുമില്ല, ഒരുപാട് ലൂസും അല്ല. ഇത് തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ ആണ് ഇതെല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് വളരെ നല്ലതാണ്, ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ സൂപ്പിലേക്ക് 1 സ്പൂൺ ടെസ്റ്റിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് നമുക്കത് ഒന്ന് ഇളക്കി ഇനി നമുക്കിത് ഉപയോഗിക്കാം. ഇതെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.